ഹലോ ഫ്രണ്ട്സ്, ഗവൺമെൻറ് ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അൻവർ സാദിഖ് TK, വെൽഡർ ട്രെയിനിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ഈ ക്ലാസ് GMAW ടോർച്ച് അഥവാ MIG വെൽഡിംഗ് ഗണ്ണിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പത്തെ 2-3 ക്ലാസ്സുകളിലൂടെ നാം ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ക്ലാസ് GMAW ടോർച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത GMAW വെൽഡിംഗ് മെഷീൻസ് അഥവാ MIG വെൽഡിംഗ് മെഷീൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം GMAW വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ വെൽഡിംഗ് പവർ സോഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ വയർ ഫീഡ് യൂണിറ്റ്, അതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അടുത്തത് അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് GMAW ടോർച്ച് അഥവാ MIG വെൽഡിംഗ് ഗൺ. ആ MIG വെൽഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും ആണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു MIG വെൽഡിംഗ് മെഷീൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ പവർ സോഴ്സ്, വയർ ഫീഡ് യൂണിറ്റ്, അതേപോലെ തന്നെ അടുത്ത് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമായി വരുന്നതാണ് MIG വെൽഡിംഗ് ടോർച്ച്. ആ ടോർച്ചിലേക്ക് വരുന്ന കണക്ഷൻസ് ഈ ചിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കുക. ഏത് ഭാഗത്തിൽ നിന്നാണ് ആ വരുന്നത്? വയർ ഫീഡ് യൂണിറ്റിൽ നിന്നാണ് MIG ടോർച്ചിലേക്ക് വരുന്ന കണക്ഷൻ ഉള്ളത്. അപ്പോൾ എന്തിനാണ് MIG വെൽഡിംഗ് ടോർച്ച് ഉപയോഗിക്കുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. MIG വെൽഡിംഗ് ടോർച്ച് നമ്മൾ പറഞ്ഞു കണക്ട് ചെയ്യുന്നത് വയർ ഫീഡ് യൂണിറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത്, പ്രധാനമായും അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വയർ ഇലക്ട്രോഡിനെയും അതേപോലെ ഷീൽഡിംഗ് ഗ്യാസിനെയും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വെൽഡിംഗ് കറണ്ടിനെയും വെൽഡിംഗ് ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? 3 ഫങ്ഷനാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, വെൽഡിംഗ് കറണ്ടിനെ വെൽഡ് ഏരിയയിലേക്ക് എത്തിക്കുക. വെൽഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണോ വെൽഡ് ചെയ്യുന്നത് ആ സ്ഥലത്തായിരിക്കും നമ്മുടെ വെൽഡിംഗ് ഗൺ ഉണ്ടാവുക. ആ വെൽഡിംഗ് ഗൺ വെൽഡ് ഏരിയയിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അവിടേക്ക് എന്തെത്തിക്കണം? വെൽഡിംഗ് കറണ്ടിനെ എത്തിക്കുക. അതേപോലെ തന്നെ ഷീൽഡിംഗ് ഗ്യാസസിനെ എത്തിക്കുക. അതേപോലെ തന്നെ വയർ ഇലക്ട്രോഡിനെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു വെൽഡിംഗ് ടോർച്ചിൻ്റെ അഥവാ MIG വെൽഡിംഗ് ടോർച്ചിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അടുത്തത്, എത്ര ടൈപ്സ് GMAW വെൽഡിംഗ് ടോർച്ചസ് ഉണ്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ കാര്യങ്ങളാണ് ടൈപ്സ്. പ്രധാന തരത്തിൽ 3 തരത്തിലാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. ഒന്ന്, എയർ കൂൾഡ്, കൂളിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 2 തരത്തിലുള്ള ടോർച്ച് എന്ന് പറയും. എയർ കൂൾഡ് MIG വെൽഡിംഗ് ഗൺ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ വാട്ടർ കൂൾഡ് എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് കറണ്ട് റേറ്റിംഗ്. അത് നമ്മളെല്ലാ ഇതിലും പറയുന്ന അതേ ഉള്ളൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് കറണ്ട് റേറ്റിംഗ്. മറ്റത് എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്. എയർ കൂൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് 200 ആംപ്സിൽ കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് ഗൺ എന്ന് പറയുന്നത് എയർ കൂൾഡ് വെൽഡിംഗ് ഗണ്ണാണ്. എയർ കൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൺ അല്ലെങ്കിൽ ടോർച്ച് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഹീറ്റ് ആവുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ഉപയോഗിച്ചാണ് അതിനെ തണുപ്പിക്കുന്ന സിസ്റ്റമാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എയർ കൂൾഡ് ഗൺ അല്ലെങ്കിൽ എയർ കൂൾഡ് ടോർച്ച് എന്ന് പറയുന്നത്. അതിലെ പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് 200 ആംപ്സിൽ കുറവായിരിക്കണം.
200 ആംസിൽ കുറവുള്ള ജോബിൽ ഉപയോഗിക്കുന്ന ഗണ്ണിന് പറയുന്ന പേരാണ് എയർ കൂൾഡ് ആം. അതേപോലെ തന്നെ 200 ആംസിൽ കൂടുതലുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ആംബിയറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് വെൽഡ് ചെയ്യുന്നതാണെങ്കിൽ ആ മെഷീനിൽ ഉപയോഗിക്കുന്ന ഗൺ ഏതായിരിക്കും? വാട്ടർ കൂൾഡ് ടോർച്ചസ് ആയിരിക്കും ഉപയോഗിക്കുക. വാട്ടർ കൂൾഡ് ടോർച്ചസ് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാവുന്ന ഹീറ്റിങ്ങിന് ഒരു വാട്ടർ സപ്ലൈ കൊടുത്ത് അതിനുള്ളിലൂടെ സപ്ലൈ ചെയ്ത് അതിന് തിരിച്ചു കൊണ്ടുവന്ന് ആ വാട്ടറിലൂടെ അതിൻ്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സിസ്റ്റമാണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിന് പറയുന്ന പേരാണ് വാട്ടർ കൂൾഡ്. ഇവിടുത്തെ പോയിൻ്റ് 200 ആംസിൽ കൂടുതലാണെങ്കിലാണ് എന്ത് ഉപയോഗിക്കുക? വാട്ടർ കൂൾഡ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 200-ൽ കുറവാണ് എയർ കൂൾഡും, 200-ൽ കൂടുതലാണെങ്കിൽ വാട്ടർ കൂൾഡും. മറ്റൊന്ന് കറണ്ട് റേറ്റിംഗ് ആണ്. കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോഡ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഗണ്ണ് ടോർച്ചൊക്കെ നമ്മൾ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്, കറണ്ട് എത്രത്തോളം ക്യാരി ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിന് കറണ്ട് ക്യാരി. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോഡ് ഹോൾഡർ ഒരു നമ്മുടെ ഗണ്ണ് അല്ലെങ്കിൽ ടോർച്ച് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കേണ്ടത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് റേറ്റിങ്ങും പ്ലസ് ഏതാണോ കൂളിംഗ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത്. ഇവിടെ കറണ്ട് റേറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത റേറ്റിംഗ് ഉള്ളത് സെലക്ട് ചെയ്തു, ഒരു 200 ആംസ് അല്ലെങ്കിൽ 350 ആംസ് വരുന്ന സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ റേറ്റിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു 200-ൻ്റെ ആംസ് ഉള്ള ഒരു ഒരു ഗണ്ണ് വാങ്ങിച്ച് അതിൽ നമ്മൾ 250 ആംപിയർ കൊടുത്താലുള്ള പ്രശ്നം എന്ത് സംഭവിക്കും? വെൽഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആവും, ടോർച്ച് ഓവർ ഹീറ്റിംഗ് ആവും, അത് മുഖാന്തരം വെൽഡ് ഡാമേജ് ആവും, അതേപോലെ തന്നെ ടോർച്ചും ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എക്സസീവ് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അത് വാട്ടർ കൂളിംഗ് ആയിരിക്കും, ഹെവിയർ ആയിരിക്കും, നമുക്ക് വെയിറ്റ് കൂടും, അതുകൊണ്ട് നമുക്ക് കംഫേർട്ട് ഉണ്ടാവില്ല, ഡിസ്കംഫേർട്ടായിരിക്കും. ഒരു ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ ഒരു വെൽഡർക്ക് വെൽഡ് ചെയ്യാനുള്ള ഒരു കംഫേർട്ട്, ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റേഞ്ചിലുള്ള കറക്റ്റ് റേറ്റിങ്ങിലുള്ള വെൽഡിങ് ടോർച്ച് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ട് എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്, പിന്നെ കറണ്ട് റേറ്റ്. എയർ കൂൾഡ് എന്ന് പറഞ്ഞാൽ 200 ആംസിൽ ലെസ് ദാൻ 200 ആംസ്, വാട്ടർ കൂൾഡ് എന്ന് പറഞ്ഞാൽ എബവ് 200 ആംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ടൈപ്സിൽ വരുന്നത്. അടുത്തത് ആ വെൽഡിംഗ് ഗണ്ണിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വെൽഡിംഗ് ടോർച്ച് മിഗ് ഓർ മാഗ് ഓർ GMAW വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടോർച്ചിൻ്റെ പ്രധാനപ്പെട്ട കണക്ഷൻസും അതിലൂടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ആ ഒരു ഭാഗം നമ്മൾ നോക്കുക. അതിൽ നമ്മൾ കാണുന്നുണ്ടാവും കുറച്ച് ലൈൻസ്, ഒരു ലൈൻ ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ യെല്ലോ ഷെയ്ഡിൽ കാണുന്ന ഒരു സപ്ലൈ, ഒരു ലൈൻ വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെയൊക്കെ ആ ടോർച്ചിൻ്റെ ഉള്ളിലുള്ള ലൈൻസാണ്. ഒരു ട്യൂബ് വഴി ഹോസ് വഴി വന്ന് ആ ലൈനിൽ മഞ്ഞ് വരുന്നതാണ് അതാണ് ഷീൽഡിംഗ് ഗ്യാസ്. ഷീൽഡിംഗ് ഗ്യാസ് വന്ന് ഏറ്റവും എൻഡിൽ വരുന്ന നോസിലേക്ക് ഷീൽഡിംഗ് ഗ്യാസ് വന്ന് അവിടെ നിന്നാണ് നമ്മൾ വെൽഡിംഗ് ഏരിയയിലേക്ക് അത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിലൂടെ വരുന്ന ഒരു ഭാഗമാണ് ടോർച്ചിനുള്ളിലുള്ള ഒരു കണക്ഷനാണ് ഏത് ഷീൽഡിംഗ് ഗ്യാസ്. അത് നേരെ ടോർച്ചിലൂടെ നോസിലൂടെ പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു റോസ് കളറിൽ കാണുന്നതാണ് ഇത് ഇലക്ട്രോഡ് വയർ. നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡ് ഏരിയയിലെ ഫില്ലർ മെറ്റലായ ഇലക്ട്രോഡില്ലേ, അതാണ് നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്ന വയർ ഇലക്ട്രോഡാണ് സെൻറ്ററിലൂടെ വരുന്നത്. അതിൻ്റെ ഒരു കണക്ഷനും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നീല നിറത്തിൽ കാണുന്ന വെൽഡിംഗ് കറണ്ട് വരാനുള്ള ഇലക്ട്രോഡ് വയറാണ് ആ കാണുന്നത്. അപ്പോൾ ഇത്രയും 3 കണക്ഷൻസാണ് പ്രധാനമായി വരിക. നാലാമതൊന്ന് വരുന്നുണ്ടെങ്കിൽ അത് വാട്ടർ കൂളിങ്ങിനാണ്. കൂളിംഗ് സിസ്റ്റത്തിലുള്ള ഇലക്ട്രോഡാണെങ്കിൽ അതിൽ കൂളിംഗ് സിസ്റ്റത്തിനുള്ള ഒരു ലൈൻ കൂടി വരും. പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് കൂളിംഗ്. അല്ലെങ്കിൽ ഒന്ന് ഷീൽഡിംഗ് ഗ്യാസിൻ്റെ കണക്ഷൻ, ഒന്ന് ഇലക്ട്രോഡ് വയർ, മറ്റൊന്ന് നമ്മുടെ വയർ ഇലക്ട്രോഡ്. പിന്നെ ഇതിലൊരു സ്വിച്ച് കാണുന്നുണ്ട്, ഓൺ ഓഫ് സ്വിച്ച്, ട്രിഗർ എന്ന് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറയുന്ന ടോർച്ച് ബോഡി, ഏറ്റവും പുറത്ത് കാണുന്ന ടോർച്ച് ബോഡിയാണ്. പിന്നെ ഏറ്റവും എൻഡിൽ കാണുന്ന നോസിൽ
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇന്നറായിട്ട് വരുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്ന കുറച്ച് കണക്ഷനും ലൈനുമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങളെ നമ്മൾ അടുത്ത പാർട്ടിൽ നമുക്ക് വിശദീകരിക്കാം. അടുത്ത ഭാഗം പാർട്സ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോർച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിലെ നമ്മൾ റെഡ് കളർ കാണുന്നതാണ് നമ്മൾ പറഞ്ഞത് ടോർച്ച് ബോഡി എന്ന് പറയുന്നത്. ആ ടോർച്ച് ബോർഡിൻ്റെ താഴെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടോഗിൾ സ്വിച്ച് ട്രിഗർ എന്ന് പറയുന്നത്. ഗൺ ട്രിഗർ എന്ന് പറയും. അതൊരു ഓൺ ഓഫ് സ്വിച്ചാണ്. അത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചാണ്, മനസ്സിലാക്കുക. അതിൻ്റെ എല്ലാം വിശദീകരണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് എവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നോസിൽ, ഗ്യാസ് നോസിൽ. ഇതാണ് ഗ്യാസ് ലാസ്റ്റ് വരുന്നത്. ഇലക്ട്രോണിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ടോർച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഗ്യാസ് നോസിൽ. അതിൻ്റെ ഇടയിൽ വരുന്നത് 2 എന്നിട്ട് കോണ്ടാക്റ്റ് ടിപ്പ്, മറ്റൊന്നുള്ള കോണ്ടാക്റ്റ് ടിപ്പ് ഹോൾഡർ. അതിൽ തന്നെ ഡിഫ്യൂസറായിട്ട് കൂടെ അത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ ഹോൾ ഉണ്ടാവുന്നത് കൊണ്ട്. പിന്നെ അടുത്തത് നെക്ക് ഇൻസുലേറ്റർ, അതിൽ വരുന്നൊരു ഇൻസുലേറ്ററാണ്, നെക്കിലേക്ക് പോവാതെ. അടുത്തത് കണ്ടക്ടർ ട്യൂബ്, അത് സ്വാൻ നെക്ക് അസംബ്ലി എന്ന് പറയും. 5 സ്വാൻ നെക്ക് അസംബ്ലി അല്ലെങ്കിൽ കണ്ടക്ടർ ട്യൂബ് എന്നാണ് പറയാറ്. 6 അതിൽ വരുന്ന കണ്ടക്ടർ ട്യൂബിൽ അല്ലെങ്കിൽ സ്വാൻ നെക്കിൽ വരുന്ന ഒരു ലൈനറും പിന്നെ ടോർച്ചിന് മൊത്തത്തിൽ വരുന്ന ഒരു ലൈനറുമാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇതിലെ പ്രധാന ഭാഗങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഗ്യാസ് നോസിൽ, കോണ്ടാക്ട് ടിപ്പ് ഹോൾഡർ, നെക്ക് ഇൻസുലേറ്റർ, സ്വാൻ നെക്ക് അസംബ്ലി, സ്വാൻ നെക്ക് ലൈനർ ആൻഡ് ടോർച്ച് ലൈനർ എന്നിവയാണ്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളുടെയൊക്കെ എന്തിനാണ് ഈ ഭാഗങ്ങൾ എന്നൊക്കെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ വരുന്ന റിപ്പയർ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ എന്തൊക്കെയാണ് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുക, അത് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ വേണം. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ അതിൻ്റെ പാർട്സിൽ ആദ്യമായി നമ്മൾ കാണുന്നത് ഗൺ ട്രിഗറാണ്. ഗൺ ട്രിഗർ നമ്മൾ പറഞ്ഞു, ആ റെഡ് കളറിൽ വരുന്ന ഒരു ഓൺ ഓഫ് സ്വിച്ചിനെയാണ് നമ്മൾ ഗൺ ട്രിഗർ എന്ന് പറയുന്നത്. The gun trigger is a toggle switch, means on off switch, and it is attached to the gun body. Gun ബോഡിയിലാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ട്രിഗർ, when the trigger is pressed, നമ്മൾ ട്രിഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഈസ് മെയ്ഡ് ആക്ടിവേറ്റ് ഇൻ ദ വയർ ഫീഡർ. ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ആവും. അതോടൊപ്പം എന്തൊക്കെ ആക്ടിവേറ്റും, വയർ ഫീഡർ ഓണായി, വയർ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ വെൽഡിങ് കറണ്ട് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഷീൽഡിങ് ഗ്യാസും ആർക്കിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ആർക്ക് സ്റ്റാർട്ടാവുകയും ചെയ്യും. നമ്മുടെ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണിത് ഗൺ ട്രിഗർ എന്ന് പറയുന്നത്. അതിൽ ഇത് 3 എന്ത് ചെയ്യും, ഒരൊറ്റ സ്വിച്ചിൽ നമ്മൾ ഓൺ ചെയ്യുന്നതോടുകൂടെ തന്നെ ഈ 3 ആക്ടിവേറ്റ് ആവും. ഏതൊക്കെ, വയർ ഫീഡ് യൂണിറ്റ് വർക്ക് ചെയ്ത് വയർ ഫീഡർ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ വെൽഡിങ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഷീൽഡിങ് ഗ്യാസും ഓപ്പണായി വെൽഡ് ഏരിയയിലേക്ക് ചെയ്യും. അതോടൊപ്പം ആർക്ക് സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ചിനെ പറയുന്ന പേരാണ് ഗൺ ട്രിഗർ എന്ന് പറയുന്നത്. അടുത്ത ഭാഗം, അതിൻ്റെ തൊട്ട് വരുന്ന ഭാഗമാണ് കണ്ടക്ടർ ട്യൂബ്. കണ്ടക്ടർ ട്യൂബിനെ നമ്മൾ വേറെ പേരിലും അറിയപ്പെട്ടു, സ്വാൻ നെക്ക് അസംബ്ലി, സ്വാൻ നെക്ക് അല്ലെങ്കിൽ ഗൺ നെക്ക് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഏത്, കണ്ടക്ടർ ട്യൂബ്. ഈ കണ്ടക്ടർ ട്യൂബ് വെൽഡ് ബോഡിയിലാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. വെൽഡ് ബോഡിയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ്, ആ വെൽഡ് ബോഡിയിലാണ് ടോഗിൾ സ്വിച്ച് ഉള്ളത്. അത് കഴിഞ്ഞ് വെൽഡ് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത ഭാഗമാണ് ഇത് ഈ പറയുന്ന കണ്ടക്ടർ ട്യൂബ് അല്ലെങ്കിൽ സ്വാൻ നെക്ക് അസംബ്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ വെൽഡ് ചെയ്യുന്ന ആ ഒരു ഗണ്ണിൻ്റെ ആംഗിൾ നിയന്ത്രിക്കുന്നത് ഈ ഒരു അസംബ്ലിയാണ്, കണ്ടക്ടർ ട്യൂബാണ്. അത് പല ടൈപ്പിൽ 45 ഡിഗ്രി ആംഗിളിലും അതേപോലെ 90 ഡിഗ്രി ആംഗിളും അതേപോലെ ഇപ്പോൾ ഫ്ലെക്സിബിളായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ആംഗിൾ നമുക്ക് കംഫർട്ടായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് നമ്മളതിൻ്റെ ആംഗിൾ മാറ്റും. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടർ ട്യൂബിൻ്റെ ആംഗിൾ എന്ന് ചോദിക്കുക 45 ഡിഗ്രിയാണ്. നമ്മളെല്ലാം കോമണായി ഉപയോഗിക്കുന്ന കണ്ടക്ടർ ട്യൂബ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. ഇനി അടുത്ത ഭാഗം കോണ്ടാക്ട് ടിപ്പ് ഹോൾഡർ. കോണ്ടാക്ട് ടിപ്പ് ഹോൾഡർ എന്ന് പറയുന്നത് കോണ്ടാക്ട് ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് പറയാം. ഈ കോണ്ടാക്ട്
ടിപ്പിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് എന്തിനുള്ളത്, കോണ്ടാക്ട് ടിപ്പ് ഹോൾഡറിനുള്ളത്. അതിൽ തന്നെ നമ്മളെ ചിത്രത്തിൽ കാണുന്നത് അതിലൊരു ചെറിയ ചെറിയ ഹോൾസ് കാണുന്നുണ്ട്. ത്രെഡ് അതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഹോൾസ് അതിലൂടെയാണ് നമ്മുടെ ഷീൽഡിംഗ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ആ ഷീൽഡിംഗ് ഗ്യാസ് ഈ ഏരിയയിൽ നമ്മളൊരു ഡിഫ്യൂസർ എന്നുള്ള ഭാഗം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ആ ഡിഫ്യൂസർ വഴിയായിരിക്കും നമുക്ക് ഗ്യാസ് നോസിലേക്ക് കൃത്യമായ കറക്റ്റായ തോതിൽ ഗ്യാസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹോളിന് മുകളിൽ ഒരു ഡിഫ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഹോൾഡ് ചെയ്യും. ചില ടിപ്പ് ഹോൾഡർ ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക, ഇതിലൂടെയും എന്ത് വരും, കറക്റ്റായിട്ട് ഗ്യാസ് പുറത്തേക്ക് വരും. കോമണായി ഇതിൻ്റെ മുകളിലൊരു ഗ്യാസ് ഡിഫ്യൂസർ വരാം. അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ ഇതെന്താണ്, ഇതിൻ്റെ കോണ്ടാക്റ്റ് ടിപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് കോണ്ടാക്റ്റ് ടിപ്പ് ഹോൾഡർ. ഈ ഗൺ നമുക്ക് ഇടയ്ക്ക് അഴിക്കേണ്ടി വരും. അപ്പോൾ കാണുന്ന പാർട്സുകളും അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അടുത്ത ഭാഗമാണ് ഗ്യാസ് ഡിഫ്യൂസർ. ഗ്യാസ് ഡിഫ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഗ്യാസ് ഡിഫ്യൂസറിൽ കുറച്ച് ഹോൾസുകൾ കാണുന്നുണ്ട്. ആ ഹോളിലൂടെയെല്ലാം ഗ്യാസ് പുറത്തേക്ക് വന്ന് നേരെ എങ്ങോട്ട് പോകും, ഗ്യാസ് നോസിലേക്ക് ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുക, എത്തിക്കുക എന്നുള്ളതാണ് ഗ്യാസ് ഡിഫ്യൂസറിൻ്റെ ഫംഗ്ഷൻ. എന്താണ്, ഷീൽഡിംഗ് ഗ്യാസിനെ നോസിലേക്ക് കറക്റ്റ് അളവിൽ കറക്റ്റായ രീതിയിൽ എത്തിക്കുക, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിക്കുക. അപ്പോൾ എല്ലാ നോസിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും, വെൽഡ് ഏരിയയുടെ എല്ലാ ഭാഗത്തേക്കും ഗ്യാസ് എന്ത് ചെയ്യും, പോയിട്ട് ആ വെൽഡ് പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുവേണ്ടി ഒരു സൈഡിലൂടെ മാത്രമല്ല എല്ലാ ഭാഗത്തും റൗണ്ടാണ്, എല്ലാ ഭാഗത്തൂടെ ഒരേപോലെ ഗ്യാസ് നോസിലേക്ക് ഷീൽഡിംഗ് ഗ്യാസിന് കടത്തിവിടാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, ഡിഫ്യൂസർ ഉപയോഗിക്കുന്നത്. ഡിഫ്യൂസർ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ ആവാം, ബ്രാസ് ആവാം, ഫൈബർ ആവാം. ഈ മൂന്നും മെറ്റീരിയലിലും എന്താണ്, കോപ്പറിലോ ബ്രാസിലോ ഫൈബറിലോ ഒക്കെ എന്ത് വരുന്നുണ്ട്, ഗ്യാസ് ഡിഫ്യൂസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്യാസ് ഡിഫ്യൂസർ. ഡിഫ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഷീൽഡിംഗ് ഗ്യാസ് നോസിലേക്ക് ഷീൽഡിംഗ് ഗ്യാസിനെ കൃത്യമായ രീതിയിൽ ഷീൽഡിംഗ് ഗ്യാസിനെ എത്തിക്കുക എന്നുള്ളതാണ് ഗ്യാസ് ഡിഫ്യൂസറിൻ്റെ ഫംഗ്ഷൻ. അടുത്തത് കോണ്ടാക്റ്റ് ടിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെൽഡിങ്ങിലെ കീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വളരെ സെലക്ട് ചെയ്യുമ്പോഴും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വെൽഡിങ് കൃത്യമായി നടക്കണമെങ്കിൽ നല്ലൊരു കോണ്ടാക്റ്റ് ടിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. വെൽഡിങ് കൃത്യമായ തോതിൽ കൃത്യമായ ഫിനിഷിങ്ങോടുകൂടെ ക്വാളിറ്റിയിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു വെൽഡിംഗ് ഗണ്ണിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത് കോണ്ടാക്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഈ കോണ്ടാക്റ്റ് ടിപ്പ് നമ്മൾ പല സൈസുകളിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് വെൽഡിംഗ് വയർ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ സൈസുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ വയറും നമ്മൾ ഡയമീറ്റർ 1.2 ഉണ്ട്, 0.8 അതുപോലുള്ള ഡയമീറ്റർ ഉള്ള സൈസിലുള്ള വെൽഡിംഗ് വയേഴ്സ് ഉണ്ട്. എന്നാൽ വയർ ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ വെൽഡിംഗ് ടിപ്പ് മീൻസ് കോണ്ടാക്റ്റ് ടിപ്പ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ കോണ്ടാക്റ്റ് ടിപ്പിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വെൽഡിംഗ് കറൻറ്റ് വെൽഡിംഗ് വയറിലേക്ക് പാസ് ചെയ്യുന്ന ഭാഗമാണ് ഏത്, കോണ്ടാക്റ്റ് ടിപ്പ്. കോണ്ടാക്റ്റ് ടിപ്പ് വഴിയാണ് എവിടേക്ക് കറണ്ട് പാസ് ചെയ്യുന്നത്, വയറിലേക്ക്, വെൽഡിംഗ് വയർ മീൻസ് ഇലക്ട്രോഡ് വയറിലേക്ക് കറണ്ടിനെ എത്തിക്കുന്നത്, കടത്തിവിടുന്ന ഭാഗമാണ് ഏത്, കോണ്ടാക്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് വയറിന് കറണ്ട് കൊടുത്താലാണ് എന്ത് സംഭവിക്കുള്ളൂ, അവിടെ ഒരു ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ജമ്പിങ് നമ്മൾ പറഞ്ഞു, ആർക്ക് ഫോം ചെയ്യണമെങ്കിൽ എല്ലാത്തിനും എന്ത് വേണം, കറണ്ട് വയറിലേക്ക്. അപ്പോൾ ടോർച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്, കറണ്ടിനെ വെൽഡിംഗ് വയറിലേക്ക് മീൻസ് ഇലക്ട്രോഡ് വയറിലേക്ക് കൊടുക്കുന്നത്. ആ ഇലക്ട്രോഡ് വയറിലേക്ക് കൊടുക്കുന്ന ഭാഗമാണേത്, കോണ്ടാക്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റ് ടിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ അലോയ്സാണ്. കോപ്പർ അലോയ്സാണ് സാധാരണ എന്തിനു ഉപയോഗിക്കുന്നത്, കോണ്ടാക്റ്റ് ടിപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു കോണ്ടാക്റ്റ് ടിപ്പ് ഓരോ വെൽഡിംഗ് വയേഴ്സ് വരുമ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. 0.8 mm ഉള്ള വെൽഡിംഗ് വയേഴ്സ് ഇലക്ട്രോഡ് വയർ ഉപയോഗിക്കുമ്പോൾ നമ്മളത് മാറ്റി 1.2 മാറ്റുകയാണെങ്കിൽ
അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യണം? കോണ്ടാക്ട് ടിപ്പും ചേഞ്ച് ചെയ്യണം. ഇവിടെ അൺസൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് പ്രോപ്പർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാനോ കുറയാനോ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടിയ വലിയ ഡയമീറ്ററിലുള്ള നമ്മുടെ കോണ്ടാക്ട് ടിപ്പാണ്, സൈസാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഗുഡ് കോണ്ടാക്റ്റ് കിട്ടില്ല. ഏതിലേക്ക്? ഈ ഇലക്ട്രോഡ് വയറും അതേപോലെ തന്നെ കോണ്ടാക്ട് ടിപ്പുള്ള കോണ്ടാക്റ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയ ലൂസ് കണക്ഷൻ വരും. ലൂസായി വരികയും അതോടുകൂടെ വെൽഡിംഗ് പെർഫോമൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ അതെന്ത് സംഭവിക്കും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൃത്യമായിട്ട് അങ്ങോട്ട് പാസ് ചെയ്യില്ല. അതുമൂലം അതിൻ്റെ ഉള്ളിൽ ഓവർ ഹീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്ക് അതെല്ലാം ഫോം ചെയ്ത് സ്റ്റക്ക്. അതേപോലെ തന്നെ വളരെ കുറവ് ടു സ്മാൾ ആണെങ്കിലോ കുറഞ്ഞ അളവിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സസീവ് ഡ്രാഗ് ഓൺ ദ വയറായിരിക്കും. വയറിൽ ഉരഞ്ഞു പോകുന്ന ഒരവസ്ഥയും അതോടൊപ്പം തന്നെ അതും ഇതേപോലെ വയറ് കോണ്ടാക്ട് ടിപ്പിൽ സ്റ്റക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായ അളവിലുള്ള കോണ്ടാക്ട് ട്യൂബ് സെലക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫങ്ഷൻ കൃത്യമായി പറഞ്ഞു. കറണ്ട് പാസ് ചെയ്യുക, അത് ഉപയോഗിക്കുന്നത് കോപ്പർ അലോയ്സ് ആണ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റൈറ്റ് സൈസ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത് വരുന്ന ഇതിലെ ഒരു ഭാഗം നോസിലാണ് മിഗ് വെൽഡിംഗ് മെഷീനിലെ തന്നെ ഏറ്റവും അവസാന ഭാഗമായി പറയുന്നത്. ടോർച്ചിലെ ഏറ്റവും അവസാന ഭാഗമാണ് ഏത്? നോസിൽ. അതേപോലെ തന്നെ ഒരു വെൽഡിംഗ് അസംബ്ലി, ഒരു മിഗ് വെൽഡിംഗ് അസംബ്ലിയിലെ ഏറ്റവും അവസാന ഭാഗമാണ് വെൽഡിംഗ് ഗണ്ണെങ്കിൽ ആ വെൽഡിംഗ് ഗണ്ണിലെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഏത്? നോസിൽ എന്ന് പറയുന്നത്. ഈ നോസിലൂടെയാണ് നമ്മുടെ എന്ത് പാസ് ചെയ്യുന്നത്? ഷീൽഡിംഗ് ഗ്യാസ് പാസ് ചെയ്യുന്നതും അതേപോലെ തന്നെ കോപ്പർ വയർ ഇലക്ട്രോഡ് പാസ് ചെയ്യുന്നതും അതേപോലെ തന്നെ വെൽഡിംഗ് നമ്മൾ പറഞ്ഞ ഗ്യാസ് ഫ്ലോസ് എല്ലാം പാസ് ചെയ്യുന്ന ലാസ്റ്റ് വെൽഡ് പൂളിൻ്റെ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഏത്? ഗ്യാസ് നോസിൽ. അപ്പോൾ നോസിൽ എന്ന് പറഞ്ഞാൽ ദ നോസിൽ ഈസ് ദ ഹോളോ മെറ്റൽ ട്യൂബ് ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഗ്യാസ് അസംബ്ലിയിലെ ഗൺ അസംബ്ലിയിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഏത്? നോസിൽ എന്ന് പറയുന്നത്. അതൊരു ഹോളോ മെറ്റൽ ട്യൂബാണ്. അതിലൂടെയാണ് എന്ത് പോകുന്നത്? വെൽഡിംഗ് വയർ പാസസ്, അതേപോലെ ഷീൽഡിംഗ് ഗ്യാസസും പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെൽഡിംഗ് വയറും അതിലൂടെ തന്നെയാണ് ലാസ്റ്റ് എവിടേക്ക് പാസ് ചെയ്യുന്നത്? വെൽഡ് മെറ്റലിലേക്ക്. നമുക്ക് എവിടെയാണോ വെൽഡ് ലൊക്കേഷൻ, എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നതും ഈ നോസിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ നോസിൽ നിർമ്മിച്ചിട്ടുള്ളത് കോപ്പർ കൊണ്ടാവാം നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന് മുകളിൽ ബ്രാസ് ക്രോമിയം പ്ലേറ്റിംഗ് ആൾസോ യൂസ്ഡ്. സാധാരണ കോപ്പർ ആണ് അതിന് മുകളിലൊരു പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബ്രാസ് ക്രോമിയം പ്ലേറ്റിംഗ് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇതിൽ നോസിൽ. ഇനി അടുത്തൊരു പാർട്ടെന്ന് പറയുന്നത് ലൈനറാണ്. നമ്മളതിൽ കണ്ടു ലൈനർ എന്ന് പറയുന്നത് ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ഹെലിക്കലി വൗണ്ടഡ് വയർ, ഒരു വയറിനെ ഹെലിക്കലി വൗണ്ട് ചെയ്തിട്ടുള്ള ചുറ്റിയുള്ള ഒരു വയറിൻ്റെ ഒരു നീളത്തിലുള്ള ഇലക്ട്രോഡ് നമ്മൾ വയർ ഫീഡർ യൂണിറ്റിൽ നിന്ന് തുടങ്ങി ഗൺ അസംബ്ലി വരെയുള്ള ഭാഗം, അതിന് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ വരുന്ന ഒരു വയർ, ഹെലിക്കലി വൗണ്ട് വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈനർ എന്ന് പറയുന്നത്. ഈ ലൈനറിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഗൈഡാണ്. ഒരു ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽഡിംഗ് വയർ, ഇലക്ട്രോഡ് വയർ അവിടെ നിന്ന് വളരെ 0.8 mm വളരെ ചെറിയ വയറാണ്. ആ വയർ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ഈ വയറിനെ ഗൈഡ് ചെയ്യണം. അതിങ്ങനെ അതിനുള്ളിലൂടെ വരുമ്പോൾ ചെരിഞ്ഞോ അല്ലെങ്കിൽ വളഞ്ഞോ ഒന്നും വന്നു കഴിഞ്ഞാൽ അത് സ്റ്റക്കാവുകയും കറക്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ തെറ്റിക്കാതെ ആ
വയറിന് ഒരു ഗൈഡായി വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ലൈനർ ഉദ്ദേശിക്കുന്നത്. ലൈനറിൻ്റെ ഗൈഡ് ദ വെൽഡിംഗ് വയർ ത്രൂ ദ വെൽഡിംഗ് ഗൺ ടു ദ കോണ്ടാക്ട് ടിപ്പിൽ എത്തുന്നത് വരെ എന്ത് വേണം, ഇതിലേക്ക് വയറിന് എവിടെയും ഒരു തടസ്സവും ഇല്ലാതെ കൃത്യമായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒരു ഹോളായിരിക്കും, അതിനുള്ളിലൂടെയാണ് ഒരു ഹോളോ ട്യൂബ് അല്ലെങ്കിൽ ഓരോ വൗണ്ട് വയർ, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്, ഈ ഇലക്ട്രോഡ് വയർ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ സൈസ് വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോഡ് വയർ മാറ്റുകയാണെങ്കിൽ എന്തുകൂടെ മാറ്റണം, ലൈനറും മാറ്റണം. അപ്പോൾ ലൈനറിൽ കൂടുതൽ എക്സസീവ് ഗ്യാപ്പോ എക്സസീവ് ലൂസോ അല്ലെങ്കിൽ വളരെ ടൈറ്റോ ആയി കഴിഞ്ഞാൽ ഇതിലൂടെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അതിൻ്റേതായ ന്യൂനതകൾ അപ്പോൾ നമ്മൾ ഏത് വയറാണോ സെലക്ട് ചെയ്യുന്നത്, ഏത് വെൽഡിംഗ് വയറാണോ സെലക്ട് ചെയ്യുക, അതിനനുസൃതമായ ലൈനറും കൂടെ സെലക്ട് ചെയ്ത് നമ്മൾ കൂടെ തന്നെ അതെന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യുകൂടെ വേണം. അപ്പോൾ ഇവിടെ വയർ നമ്മൾ ലൈനർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലൈനേഴ്സ്, അതിൻ്റെ മെറ്റീരിയലാണ് പറയുന്നത്. ലൈനർ വരുന്നത് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ SS-ൻ്റെയോ ലൈനർ കിട്ടും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് വയേഴ്സിന് വേണ്ടിയിട്ടാണ്. സോളിഡ് ആയിട്ടുള്ള വയേഴ്സ് കൊണ്ട് നല്ല ഹാർഡ് മെറ്റീരിയൽ, ഹാർഡ് വയേഴ്സ് ആണെങ്കിലാണ് ഹാർഡ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇലക്ട്രോഡ് വയറാണ്. സോളിഡ് ആയിട്ടുള്ള നല്ല വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്റ്റീലിൻ്റെയോ SS-ൻ്റെയോ ലൈനറാണ് ഉപയോഗിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ ടഫ്ലോൺ ലൈനർ എന്ന് പറയും. ടഫ്ലോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ടഫ്ലോൺ ലൈനർ ഉണ്ട്. അലുമിനിയം വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. മീൻസ് അലുമിനിയത്തിൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ആ അലുമിനിയം വയർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഏത് ലൈനറാണോ ഉപയോഗിക്കേണ്ടത് ചൂസ് ചെയ്യേണ്ടത്. ടഫ്ലോൺ ലൈനർ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. അലുമിനിയം വെൽഡിംഗ് വയർ ഉപയോഗിക്കുമ്പോൾ ഏത് ലൈനറാണ് ഉപയോഗിക്കേണ്ടതെന്ന് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ടഫ്ലോൺ ലൈനറാണ്. ടഫ്ലോൺ ലൈനറാണ് എന്തിനു ഉപയോഗിക്കുന്നത്, അലുമിനിയം വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈനർ ഏതാണ്, ടഫ്ലോൺ ലൈനർ. അപ്പോൾ ഇതാണ് ലൈനറിൻ്റെ എന്താണ്, ഗൈഡ് ദ വെൽഡിംഗ് വയർ. വെൽഡിംഗ് വയറിന് മീൻസ് വെൽഡിംഗ് വയർ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോഡ് വയർ, ബെയർ വയർ ഇലക്ട്രോഡ്, നമ്മളെ വയർ സ്പൂളിലുള്ള വയറിന് അതാണ് നമ്മുടെ ഇലക്ട്രോഡ്, കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ആ കൺസ്യൂമബിൾ ഇലക്ട്രോഡിനെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ തൊട്ട് ഇവിടെ വയർ ഫീഡറിൻ്റെ അവസാനത്ത് നിന്ന് ഇലക്ട്രോഡ് നമ്മളെ ഗൺ അസംബ്ലി തുടങ്ങുന്ന സ്ഥലത്ത് തൊട്ട് കോണ്ടാക്ട് ടിപ്പ് വരെ നമ്മുടെ വെൽഡിംഗ് വയർ ഇലക്ട്രോഡ് വയറിനെ ഗൈഡ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് എന്ത്, ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗൺ അസംബ്ലിയിൽ വരുന്ന ഭാഗം. മിഗ് വെൽഡിംഗ് ടോർച്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ പ്രധാനമായിട്ടും ഈ മിഗ് വെൽഡിംഗ് ഗണ്ണിലെ എല്ലാ ഭാഗങ്ങളും കൺസ്യൂമബിളാണ്. മീൻസ് എല്ലാം നമ്മൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതാണ്. അതിലെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിഫ്യൂസർ ആണെങ്കിൽ അതിന് പൊട്ട് വരാം, അതിൽ ഇത് വരാം, അപ്പോൾ നമ്മളത് മാറ്റണം. അതേപോലെ കോണ്ടാക്ട് ടിപ്പിന് വിയർ തേയ്മാനം വരാം, അത് നമ്മൾ മാറ്റണം. അതേപോലെ തന്നെ ലൈനർ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈനറിൻ്റെ മാറ്റി കൊടുക്കണം. അങ്ങനെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്കിത് എന്താണ്, കൺസ്യൂമബിളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനും അതേപോലെ പുതിയത് ഫിക്സ് ചെയ്യാനും നമുക്കുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ സ്ഥാനങ്ങളും നമുക്ക് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണമായി പറഞ്ഞ കാര്യം പ്രധാനമായി വരുന്ന വെൽഡിംഗ് ടോർച്ചസിനെ കുറിച്ചാണ്. മിഗ് വെൽഡിംഗ് ടോർച്ചസ്, ആ മിഗ് വെൽഡിംഗ് ടോർച്ചസിൻ്റെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. അതുപോലെ അതിൻ്റെ ടൈപ്സ്, എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്, കറണ്ട് റേറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനിടയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു. ആ ഭാഗങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എന്തിനെല്ലാം ഉപയോഗിക്കുന്നു പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. നോസിൽസ്, അതേപോലെ കോണ്ടാക്ട് ടിപ്പ്, അതേപോലെ കോണ്ടാക്ട് ടിപ്പ് ഹോൾഡർ, അതേപോലെ ഡിഫ്യൂസർ, പിന്നെ നമ്മൾ കണ്ടക്ടർ ട്യൂബ്, ഗൺ ബോഡി, ഗൺ ട്രിഗർ, പിന്നെ അതേപോലെ തന്നെ ലൈനേഴ്സ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്ന പ്രധാന ഭാഗങ്ങൾ. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ ചുരുങ്ങിയ തോതിൽ വിശദീകരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഭാഗവുമായി GMAWയുടെ തുടർച്ചയായുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ അടുത്തൊരു ഭാഗവുമായി
വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.